ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച ദിവസത്തിനായിട്ട് നമ്മൾക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ടിരിക്കാം. ഈ ഒരു ആരാധന സമയം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പാട്ടുകൾ പാടുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചു. നല്ല നിലമാകുന്ന നമ്മളുടെ ഹൃദയങ്ങൾ ദൈവവചനത്തിനെ സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ വിത്താകുന്ന തൻ്റെ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായ നാം ഓരോരുത്തരും തൻ്റെ ആത്മാവിനായി ആയിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ഇടപെടുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ സമയം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. John chapter 11 verse 25 and 26. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞു. Jesus said to her, I am the resurrection and the life. The one who believes in me will live even though they die. And whoever lives by believing in me will never die. Praise God. എന്താണ് ഇവിടെ ഈ ദൈവവചനം പറയുന്നത്? യേശു അവളോട് പറയുകയാണ്, അതായത് കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയ അവസ്ഥയിൽ, സമയം കഴിഞ്ഞുപോയി, അവസ്ഥ മോശമായി, യേശു തക്ക സമയത്തെത്തി. അവർ താമസിച്ചു പോയെന്ന് വിചാരിച്ചിടത്തും യേശു തക്ക സമയത്തെത്തി. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു പുനരുത്ഥാനമാകുന്നു, യേശു ജീവനാകുന്നു. എന്നിട്ട് എന്താണ് യേശു പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ, അതായത് ജീവനോടെ ഇരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ പ്രായം ചെന്ന് മരിച്ചാലും അവൻ ജീവിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ്? നിത്യതയിൽ ദൈവത്തോടു കൂടെ ജീവിക്കും. ഹല്ലേലൂയ. അതുപോലെ പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ, അതായത് ജീവനോടെ ഈ ലോകത്തിലിരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഹല്ലേലൂയ. അവൻ നിത്യജീവൻ ഉള്ളവനായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കട്ടെ. പല ചോദ്യങ്ങൾ ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണ്. വാട്ട് ഡസ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് മീൻ ടു യു? നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയൊക്കെയും ധ്യാനിച്ചു, ലോകമെമ്പാടും അതിനെയൊക്കെയും കൊണ്ടാടി. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് അതിൽ കൂടി നിങ്ങൾ പ്രാപിച്ചത്? നമ്മൾ ഓരോരുത്തരും എന്താണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി നാം ഓരോരുത്തരും പ്രാപിച്ചിരിക്കുന്നത്? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾക്കായിട്ട്, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ച ഓരോ വ്യക്തിക്കും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി വലിയൊരു ദൈവ പ്രവൃത്തിയാണ് നമ്മളുടെ ജീവിതത്തിൽ നടന്നത്. എന്നാൽ ഇന്ന് പല ദൈവമക്കളും മനസ്സിലാക്കുന്നില്ല എന്താണ് നടന്നതെന്നുള്ളത്. നമ്മളെല്ലാവരും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു, എന്നാൽ യേശുവിനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റവരാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി? അതുപോലെ ദൈവവചനം 1 കൊരിന്ത്യർ 6:17 പറയുന്നു. 1 Corinthians 6:17, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. He who unites himself with God is one with him in spirit. അങ്ങനെയെങ്കിൽ യേശുവിനോട് കൂടെ ഞാൻ ചേർന്നെങ്കിൽ, ഞാൻ യേശുവിനോട് കൂടെ ഏക ആത്മാവാകുന്നുവെങ്കിൽ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ എനിക്ക് തോൽവിയുള്ളിടത്ത് ജയം ലഭിക്കുവാൻ സാധിക്കുമോ?
ക്യാൻ ഐ ഓവർകം ഫെയിലിയർ? എനിക്ക് ഭയമുള്ളിടത്ത് ആ ഭയം മാറി അതിനെ ഭയത്തെ ജയിക്കുവാൻ എനിക്ക് സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിടത്ത് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഒന്നും മുൻപോട്ട് നല്ലതാകത്തില്ലെന്ന് സംശയമുള്ളിടത്ത് എനിക്ക് ആ സംശയമുള്ളിടത്ത് വിശ്വാസം ലഭിക്കുവാൻ സാധിക്കുമോ? വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുമോ? അതുപോലെ ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ എൻ്റെ പഴയ കാലത്തെ ചരിത്രം അതാണോ തീരുമാനിക്കുന്നത് എൻ്റെ ഭാവി എങ്ങനെയാണെന്ന്? Does my past determine my future if I am resurrected with Christ? ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മളോടൊക്കെ. കാരണം നമ്മൾ പലരും ഇന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. വി ആർ ഓൾ സ്റ്റക്ക് ഇൻ സം ഓഫ് ദീസ് പ്ലേസസ്. ചിലയിടത്തൊക്കെ നമുക്ക് വി ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട് ഓഫ് അവർ പാസ്റ്റ്. യേശുവിനോട് കൂടെ നമ്മളും ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ഡസ് മൈ പാസ്റ്റ് ഡിറ്റർമിൻ മൈ ഫ്യൂച്ചർ? എൻ്റെ പഴയ കാലത്തെ തോൽവികൾ, എൻ്റെ പഴയ കാലത്തെ നിരാശകൾ, ഞാൻ പഴയ കാലത്ത് ഐ ഹവ് മെസ്ഡ് അപ്പ്, നോട്ട് വൺസ്, നോട്ട് ട്വൈസ്, നോട്ട് ത്രൈസ്, അതിനേക്കാളും ഞാൻ മെസ്സപ്പ് ചെയ്തിട്ട്, എന്നാൽ അതാണോ എൻ്റെ ഭാവി തീരുമാനിക്കുന്നത്? യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഡസ് ദാറ്റ് ഡിറ്റർമിൻ മൈ ഫ്യൂച്ചർ? അതുപോലെ ഹൂ ഡിസൈഡ്സ് മൈ ഫ്യൂച്ചർ? എൻ്റെ ചാർച്ചക്കാരാണോ, ബന്ധുക്കളാണോ, സഹോദരങ്ങളാണോ, നാട്ടുകാരാണോ തീരുമാനിക്കുന്നത് എൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളത്? അവർ പറയാം ഞങ്ങൾക്കറിയാം ഇവൻ എങ്ങനെയായിരുന്നു, ഇവനൊന്നും ശരിയാകാൻ പോകുന്നില്ല. ശരിക്കും ഞാൻ യേശുവിനോട് കൂടെ വീണ്ടും ജനിച്ച പുതിയൊരു സൃഷ്ടിയാണെങ്കിൽ അവർ പറയുന്നതാണോ തീരുമാനിക്കുന്നത്? ആണോ ദൈവമക്കളെ? അല്ല, ഒരിക്കലുമല്ല. സോ നമ്മൾ പലപ്പോഴും നമ്മൾ ഇതൊക്കെ കേട്ട് ഇതിൻ്റെയൊക്കെ നടുവിൽ എവിടെയോ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്, അല്ലേ? നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പണ്ട് പോയിട്ടുള്ള കാര്യങ്ങൾ, തോൽവികൾ, ഇതിൻ്റെയൊക്കെയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, ഇത് കാരണമൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ ഇന്നിങ്ങനെ നടക്കുകയാണ്. പല ദൈവമക്കളും യഥാർത്ഥമായിട്ട് യേശു നമുക്ക് തന്നിട്ടുള്ള ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവനല്ല ജീവിക്കുന്നത്. വി ആർ നോട്ട് ലിവിങ് ദ റിസറക്റ്റഡ് ലൈഫ് ദറ്റ് ജീസസ് കെയിം ടു ഗിവ് us. We believe that he is resurrected from the dead, but we do not believe that we also have been raised up with Christ. നമ്മളും യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ എനിക്കും ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എനിക്ക് എവിടെയൊക്കെ പഴയ കാലത്ത് നിരാശകൾ ഉണ്ടായിരുന്നോ, തോൽവികൾ ഉണ്ടായിരുന്നോ, മരണമുണ്ടായിരുന്നോ, അവിടെയെല്ലാം യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ജീവൻ വന്ന് എനിക്കും ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എനിക്ക് ജീവിതത്തിൽ ഉയരുവാൻ കഴിയും. എനിക്ക് ഇനിയും അതേ പഴയ തോൽവിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, പഴയ ബന്ധനങ്ങളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. എനിക്കതിൽ നിന്ന് ഉയരുവാൻ കഴിയും. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ എന്നിലുണ്ടെങ്കിൽ എനിക്കും ഉയരുവാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീണ്ടും ജീവൻ പ്രാപിക്കും. എൻ്റെ വിവാഹ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ പഠിത്തത്തിൽ, എൻ്റെ ക്യാരക്ടറിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജീവിതത്തിലെ എല്ലാ മിനിസ്ട്രിയിൽ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വീണ്ടും ജീവൻ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. ഒരു നിമിഷം പോലും don't close your eyes, don't sleep, be awake. Every word is going to minister to you this evening. യേശു ബെതസ്ഡ കുളത്തിൽ ഒരിക്കൽ പോകുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെരുശലേമിൽ ഒരു കുളമുണ്ടായിരുന്നു, ബെതസ്ഡ എന്ന് പറയുന്ന കുളം. യേശു അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണുകയാണ്. 5-ാം വാക്യം, ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 1 to 8, and I am reading വേഴ്സ് 5. അവിടെ ഇങ്ങനെ പറയുന്നു, അവിടെ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ലോങ് ടൈം, അല്ലേ? ടു ബി ഇൻ ദ സെയിം കണ്ടീഷൻ. ഞാൻ ചോദിക്കട്ടെ, ഹാവ് യു ബീൻ ഇൻ ദ സെയിം കണ്ടീഷൻ ദാറ്റ് യു ആർ ഫോർ എ ലോങ് ടൈം നൗ? Maybe you have been in the same condition. എനിക്കറിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കാര്യം എന്തായിരിക്കുമെന്ന്. പക്ഷേ have you been in this condition for a long time? ഈ മനുഷ്യൻ 38 വർഷം
ഇതേ അവസ്ഥയിലിരിക്കുകയാണ്. 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന് ഒരു മനുഷ്യനുണ്ടായിരുന്നത്. ഇയാൾ രോഗം പിടിച്ച് 38 ആണ്ട് ഇയാൾ കിടക്കുകയാണ്. എൻ്റെ അവസ്ഥ എന്തുവാ? അവൻ കിടക്കയിലാണ്. ഈ അവസ്ഥയിൽ നിന്ന് അവൻ എണീക്കാനും പറ്റുന്നില്ല. ഒന്ന്. രണ്ടാമത്, അപ്പോൾ ഈ 38 വർഷം എന്ന് പറയുമ്പോൾ അവനതിങ്ങ് യൂസ്ഡായി. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഇതൊന്നും മാറാൻ പോകുന്നില്ല. അതൊന്ന്. രണ്ടാമത്, ഇവൻ്റെ ഇതേ ചിന്ത ചിന്തിക്കുന്ന ഒരു കൂട്ടരും ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. എന്താണ് ഇവിടെ പറയുന്നത്? അവയിൽ 3-ാം വാക്യം, അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം കിടന്നിരുന്നു. ഇവരെല്ലാം ഇവനെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു കൂട്ടമാണ്. ചിലപ്പം 37-ാമത്തെ വർഷത്തിലായിരിക്കും വന്ന്, ചിലപ്പോൾ ഒരാൾ 10 വർഷമായി കാണത്തുള്ളായിരിക്കും, ചിലപ്പോൾ ഒരാൾ 25 വർഷമായി കാണും. പക്ഷേ ഇവരെല്ലാം ഇതേ ചിന്തക്കാരാ. എന്തുവാണ്? നമുക്കൊന്നും ശരിയാകാൻ പോകുന്നില്ല. ഓരോരുത്തരും പറയാം, ഞാനിവിടെ 38 വർഷമായിട്ടുണ്ട്. ഒരുത്തരും പറയും, ഞാൻ 25 വർഷമായിട്ടുണ്ട്. ഞാൻ 10 ഇപ്പം വന്നതേ ഉള്ളൂ, കഴിഞ്ഞ വർഷമാണ് വന്നത്. ഈ കൂട്ടരെല്ലാം എന്തോ ഇരുന്ന് സംസാരിക്കുന്നത്? നമ്മുടെ അവസ്ഥ ഇത് തന്നെ, ഇതിൽ നിന്നൊന്നും നമ്മൾ പുറത്തു വരാൻ പോകുന്നില്ല. ദൈവമക്കളെ, ബി വെരി കെയർഫുൾ ഹൂ യു സറൗണ്ട് യുവർ സെൽഫ് വിത്ത്. ഇഫ് സംബഡി ഈസ് നോട്ട് സ്പീക്കിംഗ് ലൈഫ് ടു യു, അവോയ്ഡ് ദാറ്റ് പേഴ്സൺ. നിങ്ങളിലേക്ക് ജീവൻ്റെ വാക്കുകൾ സംസാരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുമായിട്ട് കൂടുതലും ബന്ധം വെക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ ജീവിക്കണമെങ്കിൽ you have to surround yourself with people who speak life to you. The words of Jesus are spirit and they are life. Hallelujah. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ജീവൻ്റെ വാക്കുകൾ പറയുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവരൊരു കൂട്ടമാണ്. എല്ലാവരും ഇരുന്ന് പറയുന്നത് എന്താണ്? 38 വർഷം, 25 വർഷം കിടപ്പാണ്, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ യേശു അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഇവിടെ പറയുന്നു 6-ാം വാക്യം, ജീസസ് കംസ് ഇൻ ടു ഹിസ് ലൈഫ്. 6-ാം വാക്യത്തിൽ വന്നിട്ട് യേശു എന്താണ് പറയുന്നത്? ഇംഗ്ലീഷിൽ വായിക്കാം, സ്ക്രീനിൽ എല്ലാവർക്കും. ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർ, കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷാണല്ലോ കംഫർട്ടബിൾ. ഇവിടെ പറയുന്നു, യേശു അവൻ കിടക്കുന്നത് കണ്ടു. സോ ജീസസ് സോ ഹിസ് കണ്ടീഷൻ. ഒന്ന്. രണ്ടാമത്, യേശു അവനെ മനസ്സിലാക്കി. എന്താണ്? ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നും അറിഞ്ഞു. ഒന്ന്, ജീസസ് സോ ഹിസ് കണ്ടീഷൻ ആൻഡ് ജീസസ് ഓൾസോ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി ഈസ് ബീൻ ഇൻ ദിസ് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. യേശു നമ്മളെ കാണുന്നത് അങ്ങനെയാണ്. നമ്മൾ എത്ര നാളിങ്ങനെ ആയിരിക്കുന്നുവെന്ന് യേശു മനസ്സിലാക്കുന്നുണ്ട്. യേശു നമ്മളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ അവസ്ഥയെ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശു ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ്? യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? This is the question that the Lord is asking you today. Are you willing to be healed? ദൈവ പൈതലേ, നിനക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ഇന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ 39-ാമത്തെ വർഷവും നീതി തന്നെ ഇരിക്കും. ഇന്ന് ദൈവത്തിന് നമ്മളോട് എല്ലാവരോടുമുള്ള ചോദ്യം ഇതാണ്. You might have been in this condition for a long time. If you believe that Jesus is resurrected from the dead and you are resurrected with him, then you can have life and life in abundance. ഹല്ലേലൂയ. നിങ്ങൾ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ നിങ്ങളിൽ വന്ന് നിങ്ങൾ എവിടെയൊക്കെ ഇന്ന് മരണത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കുന്നുവോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ജീവൻ പകരും. നിങ്ങൾക്ക് വീണ്ടും ഉയരുവാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്ക് സൗഖ്യമാകുവാൻ താല്പര്യമുണ്ടോ? എന്താണ് ഇവൻ പറഞ്ഞത്? കർത്താവേ, ഉടനെ എക്സ്ക്യൂസസാ. അവർ കമ്പനി ജോലിയൊന്നും തരുന്നില്ല, അവിടെ ശമ്പളം കുറവാ, അല്ലെങ്കിൽ ഇവരിങ്ങനാ ചെയ്യുന്നത്, എൻ്റെ ബന്ധുക്കൾ ഇങ്ങനാ, എല്ലാം എക്സ്ക്യൂസസാ. ഇവൻ ഉടനെ എക്സ്ക്യൂസാ പറയുന്നത്. എന്താണ്? യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ചെയ്തു തരാൻ ആരുമില്ല. ആദ്യത്തെ എക്സ്ക്യൂസ്. അടുത്തത്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു, എനിക്ക് കിട്ടേണ്ടത് മറ്റുള്ളവർക്ക് കിട്ടുകയാണ് കർത്താവേ. എക്സ്ക്യൂസസ്. യേശു പറഞ്ഞു, എനിക്കിതൊന്നും കേൾക്കണ്ട. യേശു എന്തെങ്കിലും പറയുന്നുണ്ടോ എൻ്റെ ഇടയ്ക്കിൽ? അങ്ങനെയാണോ സംഭവിച്ചത്? അടുത്ത വാക്കെന്തോ യേശു പറയുന്നത്? നേരെ യേശു പറയുകയാണ് അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത്
നടക്ക എന്ന് പറഞ്ഞു. യേശു ചോദിക്കുന്നത് നിനക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ അവൻ പറയുന്ന എക്സ്ക്യൂസസ് ആണ്. യേശു ഒന്നും മിണ്ടുന്നില്ല. ഗോഡ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു യുവർ എക്സ്ക്യൂസസ്. ഗോഡ് റെസ്പോണ്ട്സ് ടു യുവർ ഫെയ്ത്ത്. ഹല്ലേലൂയ. God does not respond to your excuses. God responds to your faith. യേശു അവനോട് നേരെ പറയുകയാണ്, എഴുന്നേക്ക്. That is what God is telling you today. നീ ഒത്തിരി നാൾ കിടക്കുമായിരുന്നു, ഇനി എഴുന്നേറ്റാട്ടെ. ഇനി കിടക്കാനുള്ള സമയമല്ല, എഴുന്നേക്കാം. അതാണ് കർത്താവ് പറയുന്നത്. ഗെറ്റ് അപ്പ്. യേശു അവനോട് പറഞ്ഞു, എന്താണ്? എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഇനഫ് ഓഫ് യുവർ എക്സ്ക്യൂസസ്. റൈസ്. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ് ടുഡേ. റൈസ്. എഴുന്നേറ്റാട്ടെ. നിങ്ങൾ അനേക വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പം ചോദിച്ചാൽ ഇതേ പറയാനുള്ളൂ. ഓ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, മിനിഞ്ഞാന്ന്, മറ്റേ വർഷം, കഴിഞ്ഞ വർഷം, കുറേ വർഷം മുമ്പ്. ഇതെല്ലാം നിർത്തിയാട്ടെ. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, എഴുന്നേക്കുക. റൈസ് അപ്പ് ഫ്രം ദാറ്റ് കണ്ടീഷൻ ദാറ്റ് യു ഹവ് ബീൻ ഇൻ. റൈസ് അപ്പ് ഫ്രം ദാറ്റ് പ്ലേസ് ദാറ്റ് യു ബിക്കം സോ കംഫർട്ടബിൾ വിത്ത്. നമുക്ക് പലർക്കും ഉണ്ടല്ലോ, നമ്മളുടെ പ്രോബ്ലംസ് ഇപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ ആയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഡിഫൈനിങ് അസ്. നമ്മുടെ ഐഡൻറ്റിറ്റിയായി മാറിയിരിക്കുകയാണ്. നോ, ഇൻ ക്രൈസ്റ്റ് യുവർ ഐഡൻറ്റിറ്റി ഈസ് ചേഞ്ച്ഡ്. ഇഫ് എനി മാൻ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. ഒരുവൻ ക്രിസ്തുവിലെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായിരിക്കുന്നു. സോ വൈ ഡു യു വാണ്ട് ടു ഹോൾഡ് ഓൺ ടു യുവർ ഓൾഡ് ഐഡൻറ്റിറ്റി? വൈ ഡു യു വാണ്ട് ടു ഹോൾഡ് ഓൺ ടു യുവർ പാസ്റ്റ്? You will never be able to live the resurrection life that Jesus gives if you hold on to your past. മനസ്സിലാവുന്നുണ്ടോ? യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. ഉടൻ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു. Your obedience should be instant and immediate. യേശു പറയുന്ന നിമിഷത്തിൽ നീ ആക്ഷൻ എടുക്കുന്നുവെങ്കിൽ നിനക്ക് സൗഖ്യം ലഭിക്കും, നിനക്ക് വിടുതൽ ലഭിക്കും, നീ പുതിയ ജീവൻ ജീവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് നോക്കാം, എന്താണ് യഥാർത്ഥമായിട്ട് നമ്മൾ വീണ്ടും ജനനത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ നമ്മളിലേക്ക് പ്രാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മളെ സ്നേഹിച്ചു, വളരെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നിത്യജീവൻ നമ്മളിലേക്ക് വരും. ഹല്ലേലൂയ. ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിൻ്റെ ജീവനാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ വെരി നേച്ചർ ഓഫ് ഗോഡ്, ദ വെരി പവർ ഓഫ് ഗോഡ് കംസ് ഇൻ ടു അസ്. അത് യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടല്ലോ, ആ നിമിഷം വിടുതൽ ലഭിക്കുകയാണ്. നിങ്ങൾ മദ്യപാനിയായിരിക്കാം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാവാം, വളരെ മറ്റ് ദുഷ്സ്വഭാവങ്ങളൊക്കെ ഉള്ള വ്യക്തിയാവാം. പക്ഷേ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം ആ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകും. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി വന്നിട്ട് നമുക്ക് പുതുജീവൻ ലഭിക്കും. ഹല്ലേലൂയ. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവവചനം പറയുന്നു, യോഹന്നാൻ 1:4 വാക്യം, ജോൺ ചാപ്റ്റർ 1:4, യേശുവിനെ പറ്റി പറയുകയാണ്, ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദാറ്റ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. പറഞ്ഞാട്ടെ, യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ചുറ്റുമുള്ളവർക്കും ജീവനുണ്ടായിരുന്നു, പക്ഷേ യേശുവിൽ ഉണ്ടായിരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജീവൻ, സ്വർഗത്തിൻ്റെ ജീവൻ. എന്നിട്ട് പറയുകയാണ്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാണ്? അന്ധകാരത്തിലിരുന്നവന് ഇപ്പോൾ വെളിച്ചം ലഭിക്കുകയാണ്. ഈസ് ദാറ്റ് ആൻ ഇംപ്രൂവ്മെൻറ്റ്? ഈസ് ദാറ്റ് ആൻ ഇംപ്രൂവ്മെൻറ്റ്? അത് പഴയതിനേക്കാൾ ഭേദമായിട്ടുള്ളൊരവസ്ഥയല്ലേ? അങ്ങനെയെങ്കിൽ യേശുവിനെ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? യേശുവിൻ്റെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അന്ധകാരത്തിൽ നിന്ന് നാം വെളിച്ചത്തിലേക്ക് വരും. അതിൻ്റെ അർത്ഥം there will be a progress, there will be an improvement. പഴയതിനേക്കാളും നമ്മുടെ സ്ഥിതി ഭേദമാകും, അല്ലേ? അതുകൊണ്ട് നാം മനസ്സിലാക്കണം, തീർച്ചയായിട്ടും യേശുവിനെ പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ there will 100% certainly be improvement in his life.
അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്, ഹാവ് ഐ റിയലി റിസീവ് ജീസസ്? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വചനത്തിൽ പറയുന്നു, യോഹന്നാൻ 5:26 വാക്യം, യോഹന്നാൻ 5:26 വാക്യത്തിൽ പറയുന്നു, ജോൺ 5:26, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പുത്രനിൽ ജീവനുണ്ട് അല്ലേ? യേശുവിൽ ജീവനുണ്ട്. എന്നിട്ട് ഇതേ യേശുവാണ് പറയുന്നത് യോഹന്നാൻ 10:10 വാക്യത്തിൽ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഐ ഹാവ് കം സോ ദാറ്റ് യു വിൽ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. അങ്ങനെയെങ്കിൽ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് വരുന്നത്? ദ റിസറക്ഷൻ ലൈഫ്, ദ ഗോഡ് ലൈഫ്, ഇറ്റേണൽ ലൈഫ്, അബണ്ടന്റ് ലൈഫ്. ഹല്ലേലൂയ! റിസറക്ഷൻ ലൈഫ്, ഗോഡ് ലൈഫ്, ഇറ്റേണൽ ലൈഫ്, അബണ്ടന്റ് ലൈഫ്. അതാണ് എന്നിൽ വന്നിരിക്കുന്നത്. യേശുവിൻ്റെ ജീവനാണ് എന്നിൽ വന്നിരിക്കുന്നത്. ആ ഒരു പ്രവൃത്തി എന്നെ മുഴുവനായിട്ട് മാറ്റും. അങ്ങനെ ഒരു ജീവൻ പ്രാപിക്കുന്ന വ്യക്തി പഴയതുപോലെ ആയിരിക്കുവാൻ സാധിക്കത്തില്ല. കാരണം യേശുവിൻ്റെ ജീവൻ അവനിലേക്ക് വന്നിട്ട് അവനെ അങ്ങ് മാറ്റുകയാണ്. പഴയ രീതിയിൽ നമുക്ക് ഇരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ, നീ എങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും പഴയതുപോലെയാണെന്ന്? എങ്ങനെയാണ് നിനക്ക് അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കുന്നത്? എനിക്കൊന്നും ശരിയാകത്തില്ല എന്ന്. നമ്മൾ പലരും യഥാർത്ഥമായിട്ട് ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി, യേശു എനിക്ക് പുനരുദ്ധാനവും ജീവനുമാകുന്നു, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി എനിക്ക് പുതുജീവൻ ലഭിച്ചിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പലരും ഇപ്പോഴും തോൽവിയിലും നിരാശയിലും ഇരിക്കുന്നത്. You have to truly receive by faith the resurrection power of Jesus into your life. Then you will never remain the same. Hallelujah. വചനം നോക്കുമ്പോൾ എഫേസ്യർ 2:4-5 വാക്യങ്ങൾ പറയുന്നത്, എഫേഷ്യൻസ് 2:4-5, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ! മരണത്തിൻ്റെ അവസ്ഥയിലിരുന്ന എന്നെ ദൈവം ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ പ്രാപിച്ച ആ നാളിൽ, ആ നിമിഷത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ എനിക്ക് ജീവൻ വെച്ചു. അതായത് എൻ്റെ സ്റ്റഡീസിന്, എൻ്റെ പേഴ്സണൽ ലൈഫിന്, എൻ്റെ വിവാഹ ജീവിതത്തിന്, എല്ലാത്തിനും ജീവൻ പ്രാപിച്ചു. ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ യു ആർ ടുഡേ, യു ഹാവ് ഇൻ യു ദ റിസറക്റ്റഡ് ലൈഫ് ഓഫ് ജീസസ്. ഹല്ലേലൂയ! യേശുവിനോട് കൂടെ ദൈവം നമ്മളെയും ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് 2 കൊരിന്ത്യർ 5:17, 2 കൊരിന്ത്യൻസ് 5:17, ഒരുവൻ ക്രിസ്തുവിലെങ്കിൽ അവൻ പുതിയ സൃഷ്ടി അത്രേ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായിരിക്കുന്നു. ഹല്ലേലൂയ! യഥാർത്ഥമായിട്ട് ക്രിസ്തു യേശുവിനെ പ്രാപിച്ച ഒരു വ്യക്തിയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും. അവൻ്റെ സംസാരം മാറും, അവൻ്റെ സ്വഭാവം മാറും, അവൻ്റെ ചിന്തകൾ മാറും, അവൻ്റെ പ്രവൃത്തികൾ മാറും. നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോയിട്ടുണ്ടോ? കർത്താവിനെ സ്വീകരിച്ച് വീണ്ടും ജനിച്ചു, പിന്നെ പഴയ നമ്മുടെ കൂട്ടുകാരുടെ അടുക്കൽ അല്ലെ ബന്ധുക്കളുടെ അടുക്കൽ പോകുമ്പം നമ്മൾ സംസാരിക്കും, അവർ പറയും, നിനക്ക് എന്തു പറ്റി? നീ പഴയ ആളല്ലല്ലോ, നിന്നിൽ ഒരു മാറ്റം കാണുന്നല്ലോ. എങ്ങനെയാണ്? ബിക്കോസ് ദേ ആർ സീയിങ് ദ ലൈഫ് ഓഫ് ജീസസ് ഇൻ യു. ഹല്ലേലൂയ! അതാണ് യഥാർത്ഥമായിട്ട് ഉള്ള മാനസാന്തരം എന്ന് പറയുന്നത്. നാം കർത്താവിനോട് കൂടെ കൂടുതൽ നടക്കും തോറും ദൈവം നമ്മൾക്ക് തൻ്റെ ജീവൻ പകർന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉയരുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്യും. The more you walk with Jesus, He will keep imparting His life into us, and you will begin to rise up in every situation in life. That person cannot remain the same anymore. പഴയതുപോലെ തോൽവിയിലും നിരാശയിലും ഇരിക്കുവാൻ സാധിക്കത്തില്ല ആ വ്യക്തിക്ക്. കൂടുതൽ ദൈവത്തോടു കൂടെ നടക്കും തോറും, കൂടുതൽ ദൈവത്തിൻ്റെ ആ ജീവൻ പ്രാപിക്കും തോറും നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ജീവൻ വെച്ച് തുടങ്ങും. ഹല്ലേലൂയ! ഹല്ലേലൂയ! വചനം നോക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 26 മുതൽ 35 വരെ വായിക്കുമ്പോൾ, ഗെറാസിനസ് എന്ന് പറയുന്ന ദേശത്ത് ഭൂതബാധിതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ കല്ലറകളിലായിരുന്നു ജീവിക്കുന്നത്. നഗ്നനായിട്ട് കല്ലറകളിൽ അവൻ തന്നെ ബന്ദിയാക്കിയിട്ടിരിക്കുമായിരുന്നു. അവനെ
കാരണം ഭൂതബാധിതനാണ് ഇവൻ. ഹീസ് എ ഡീമൺ പൊസസ്ഡ് മാൻ. ഹി യൂസ്ഡ് ടു ലിവ് ഇൻ ടൂംസ്, നേക്കഡ്, ഹർട്ടിങ് ഹിംസെൽഫ്, ക്രൈയിങ് ഔട്ട് ഇൻ ദ നൈറ്റ്. ആരും ഇവനെ വീട്ടിൽ കയറ്റത്തില്ല. ഇവൻ്റെ ജീവിതം ഏറ്റവും മോശമായ ജീവിതമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തുണിയിടാതെ, ഭൂതബാധിതനായി, എപ്പോഴും അലച്ചുകൊണ്ടിരിക്കുന്നു, അവനെ തന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കുന്ന വ്യക്തി. നിങ്ങൾ അതിനേക്കാളും മോശമാണോ ഇന്ന്? അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു വരികയാണ്. യേശു അവനെ സ്പർശിച്ചു, അവനെ അനുഗ്രഹിച്ചു, അവനെ സൗഖ്യമാക്കി. 35-ാം വാക്യത്തിൽ വരുമ്പോൾ അവനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദിസ് ഈസ് ദ റിയൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ പറയുന്നു 35-ാം വാക്യത്തിൽ, എല്ലാവരും സംഭവിച്ചത് കാണുവാൻ ഓടി വന്നു. അവർ പുറപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ എങ്ങനെയാണ്? വസ്ത്രം ധരിച്ചും, ഹി വാസ് നോട്ട് നേക്കഡ് എനിമോർ, സുബോധം പൂണ്ടും, ഹി വാസ് നോട്ട് മെൻ്റലി അൺസ്റ്റേബിൾ എനിമോർ, ഹി വാസ് മെൻ്റലി സ്റ്റേബിൾ. യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നതും കണ്ടു. He was at the feet of Jesus, listening to every word that comes from Jesus. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും കേട്ട് യേശുവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ, യേശുവിനെ പിൻപറ്റി ജീവിക്കുവാൻ ഒരുക്കത്തോടെ ഒരു പുതിയ മനുഷ്യനായിട്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈസ് ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ? ഈസ് ദാറ്റ് ഇംപ്രൂവ്മെൻറ്റ്? അങ്ങനെയെങ്കിൽ ദൈവ പൈതലേ, വൈ കനോട്ട് ഇറ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്? എന്തുകൊണ്ടത് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ? Why do you think you have to sit in the same condition forever and ever? യഥാർത്ഥമായിട്ട് യേശുവിൻ നിൻ്റെ ജീവിതത്തിൽ വന്ന് നിന്നെ തൊട്ടുവെങ്കിൽ, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയെങ്കിൽ, നിന്നെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവനാണ് നിന്നിലുള്ളത്. നിനക്കും ഉയരുവാൻ കഴിയും. നിനക്കും പഴയ കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. ഈ മനുഷ്യൻ മുഴുവനായിട്ട് മാറിയൊരു വ്യക്തിയായിട്ടാണ് യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഏകദേശം 21 വയസ്സുള്ള ആ സമയമാണ്. പല യൂത്തിനെയും പോലെ യങ്ങായിട്ടുള്ള കാലം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എന്നിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്, എന്നെ അത് മുഴുവനായിട്ട് മാറ്റി. എനിക്ക് പഴയ പല ദുസ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയും ദൈവം പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കർത്താവിന് എന്നെ തന്നെ സമർപ്പിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിനോടുകൂടെ ദൈവത്തെ സേവിക്കുവാനും ഒരു തീരുമാനമെടുത്തു. പല അവസരങ്ങൾ ദൈവം തന്നു. പല സഭകളിൽ പോയി പ്രസംഗിക്കുവാനും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ ഒരിക്കൽ ദൈവം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അതൊരു ജയിലായിരുന്നു. അവിടെ ഞാൻ ചെല്ലുമ്പോൾ അന്ന് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുപ്രസിദ്ധനായ ഒരു കൊലയാളി അവിടെ വെച്ച് ഞാൻ കാണുവാനിടയായി. ഞാൻ ഒരു ചെറിയ പയ്യനാണ്. വളരെ ഭയത്തോടെ പുള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഇതൊരു മറ്റുള്ളവരെ ഒരു കൊലപാതകം നടത്തിയിട്ട് ജീവപര്യന്തം ശിക്ഷിച്ച് ഈ ജയിലിൽ വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ചെറിയ അറിവിൽ വിറയലോടെ മുമ്പിൽ നിന്ന് സുവിശേഷമൊക്കെ സംസാരിച്ച്, ഇതുപോലൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു ജയിലിൽ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് അന്ന് പുള്ളി എന്നോട് ഇങ്ങനെ ബൈബിളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വന്നവരോട് പറയാം, അവർ തരും. അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയാമോ? ലോകം കൊലയാളി എന്ന് വിധിച്ച്, അവൻ ചെയ്ത തെറ്റാണ്, അതിന് വിധിച്ച് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുവാൻ വേണ്ടി അവനെ ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അവൻ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോടൊരു താല്പര്യം അവൻ്റെ ജീവിതത്തിൽ വന്നു. എന്നിട്ട് അവൻ ആഗ്രഹിച്ചു തുടങ്ങി, എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയണം, യേശുവിനെ പ്രാപിക്കണം. ഞാൻ അവിടെ നിന്ന് പോരുന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു, ജീവപര്യന്തത്തിൻ്റെ തടവ് ശിക്ഷയൊക്കെ കഴിഞ്ഞേച്ച് ഈ പുള്ളി പുറത്തു വരുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ നാളുകളിൽ ലോകം അവനെ കൊലയാളി എന്ന് വിധിച്ച് ശിക്ഷിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവൻ യേശുവിനെ അറിയുവാൻ ഇടയായി. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഇവൻ മാറിയ ഒരു വ്യക്തിയായി. ഇവൻ അവിടുന്ന് പുറത്ത് വരുമ്പോൾ ഇവൻ ബാംഗ്ലൂർ പോയിട്ട് ഈ വ്യക്തി അവിടെ ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവർക്ക് ഡി അഡിക്ഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് വലിയൊരു ദൈവദാസനായിട്ട് അവിടെ ദൈവത്തെ സേവിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വ്യക്തിക്ക് ഇങ്ങനെ രൂപാന്തരം സംഭവിച്ചത് എങ്ങനെയാണ്? ഈ വ്യക്തിയെ ലോകം എല്ലാവരും പറഞ്ഞതല്ലേ, നീ ഒരു കൊലയാളിയാണ്, നീ മനുഷ്യരെ കൊന്നവനാണ്. നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ ലോകം അങ്ങനെ ബ്രാൻഡ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഇവനൊരു തീരുമാനമെടുത്തു, എനിക്ക് യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ആ ഒരു തീരുമാനത്തിൽ കൂടി എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ ഇവൻ്റെ ഉള്ളിലേക്ക് വന്നു. ഹല്ലേലൂയ.
ലോകം എന്തു തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇവൻ മാറിയ ഒരു വ്യക്തിയായി. ഇവൻ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഇവൻ ദൈവദാസനായിട്ട് ഇന്ന് അനേകർക്ക് ഒരു അനുഗ്രഹമായിട്ട് ജീവിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ ദൈവ പൈതലേ, നിൻ്റെ അവസ്ഥ ഇതിനേക്കാളും മോശമാണോ? നിന്നെ ആരെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും അകത്തിട്ടിരിക്കുകയാണോ? ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു പുതിയ വ്യക്തിയായിട്ട് കർത്താവിനെ സേവിക്കുവാൻ കഴിയുമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ പ്രാപിച്ച് ഒരു പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ കഴിയുമെങ്കിൽ നമുക്കെല്ലാവർക്കും സാധിക്കത്തില്ലേ? So what is stopping you today? Jesus is asking the same question to every one of us. Are you willing to be healed? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ സൗഖ്യമാകുവാൻ? അതോ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? Every one of us has been called to reign in life. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ വാഴുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ വാഴുവാനാണ്. We have been called to reign in life through Christ Jesus. യേശു നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തുവിനെ നാം പ്രാപിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. എസെക്കിയേൽ 36:26-27 വാക്യങ്ങൾ നാം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി വാഴുവാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എസെക്കിയേൽ 36:26-27 വാക്യങ്ങൾ പറയുന്നു, ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് ഒരു പുതിയ ഹൃദയം തരും, നിനക്കൊരു പുതിയ ആത്മാവിനെ തരും, എന്നിട്ട് എൻ്റെ പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഉള്ളിൽ വെക്കുകയും ചെയ്യും. അങ്ങനെ നീ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുമെന്നാണ് ദൈവം പറയുന്നത്. യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിക്കും. പഴയ കഠിന ഹൃദയമല്ല, നമുക്കൊരു പുതിയ ആത്മാവിനെ ലഭിക്കും. പാപത്താൽ മരിച്ച ആത്മാവ് ഇപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടി ജീവൻ പ്രാപിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു പുതിയ സൃഷ്ടിയാകും. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് തുടക്കമാണ്. അതാണ് നമ്മളുടെ ഉയർച്ചയുടെ തുടക്കം. നമ്മുടെ പുതുജീവൻ്റെ തുടക്കം അവിടെയാണ്. ഒരു പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അത്രയും മനസ്സിലായല്ലോ? നമുക്ക് പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. പഴയ ഹൃദയമല്ല, പഴയ ആത്മാവുമല്ല, ജീവനുള്ള ആത്മാവ്. എന്നിട്ട് പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ കഴിയുമ്പോൾ ഉയരുവാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3 യോഹന്നാൻ്റെ 2 വാക്യം, 3 John 2, Beloved, I pray that you will prosper and be in good health even as your soul prospers. ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമേ ആത്മീയമായിട്ട് പുരോഗമനം ഉണ്ടാകണം. If you want to rise up in life, first focus on the spiritual than the natural. ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. പലർക്കും ജോലി വേണം, ജീവിതത്തിൽ ഉയരണം, പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല. ബട്ട് ഫോക്കസ് ഓൺ ദ സ്പിരിച്വൽ ഫസ്റ്റ്, ദെൻ ദ നാച്ചുറൽ. ആദ്യമേ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വേണം, അത് കഴിഞ്ഞിട്ടാണ് ഭൗതികമായിട്ടുള്ളത് വരുന്നത്. അതുകൊണ്ടാണ് മത്തായി 6:33 വാക്യം പറയുന്നത്, സീക്ക് ye first the kingdom of God and his righteousness and all things needed will be added unto you. ഹല്ലേലൂയ. മുൻപേ ദൈവരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അപ്പോൾ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമുക്കിതൊക്കെയും വേണം, ദൈവരാജ്യവും നീതിയൊക്കെ പിന്നെ മതി പാസ്റ്ററെ. അത് നടക്കത്തില്ല. ദ ഓർഡർ ഈസ് ദ സെയിം, ഗോഡ് ഫസ്റ്റ് ആൻഡ് ദെൻ മാൻ ആൻഡ് ദ നാച്ചുറൽ. ഹല്ലേലൂയ. അങ്ങനെയാകണം നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് എഫേസ്യർ 4:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, എഫേഷ്യൻസ് 4:22-24, അവിടെ പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ, ഇവിടെ പറയുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഇന്ന് ഞാനൊരു പുതിയ ഷർട്ടൊക്കെ എടുത്തിട്ട്, അല്ല നേരത്തെ ഇട്ടിട്ടുള്ള, ഇന്ന് കഴുകി ഫ്രഷായിട്ട് അയൺ ചെയ്തതാണ്. ഞാൻ പറയുന്നത് പഴയ മനുഷ്യനെ ഊരിക്കളയുക, എന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൽ ചിന്തകളിൽ പുതിയ ചിന്തകൾ, പുതിയ ആലോചനകൾ കൊണ്ടുവരിക വചനത്തിൽ കൂടി. ബി മെയ്ഡ് ന്യൂ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ മൈൻഡ് ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ മാൻ. ഓരോ ദിവസവും പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് ആവശ്യമാണ്. റോമർ 12:2 വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ 2-3 വാക്യങ്ങൾ പറയുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി
രൂപാന്തരപ്പെടുവീൻ. എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സ് പുതുക്കണം വചനത്തിൽ കൂടി. ഓരോ ദിവസവും വചനം വായിക്കുക, അതിൽ ധ്യാനിക്കുക. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടും, പഴയ ചിന്തകളൊക്കെ മാറിത്തുടങ്ങും. എന്നിട്ട് ഓരോ ദിവസവും നമ്മളുടെ മനസ്സിൽ പുതിയ ചിന്തകൾ വരികയാണ്. Today many people are living a defeated life because their minds are still controlled by the enemy. ഇന്ന് പലരും തോൽവിയുടെ ഒരു ജീവനാണ് ജീവിക്കുന്നത്. കാരണം ഇപ്പോൾ സാത്താനാണ് അവരുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും മനസ്സ് പുതുക്കേണ്ടത് ആവശ്യമാണ് വചനത്തിൽ കൂടി. അതുകൊണ്ടാണ് ഞങ്ങൾ പാസ്റ്റേഴ്സ് പറയുന്നത്, റീഡ് യുവർ ബൈബിൾ എവറി ഡേ. വചനത്തിൽ കൂടി ജീവിക്കുക. ഓരോ ദിവസവും പറയണം, ദൈവവചനം എടുത്ത് പ്രസ്താവിക്കണം, പറയണം, ഈ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ എനിക്ക് വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. പറയണം, ഇൻ ജീസസ് ഈസ് ലൈഫ് ആൻഡ് ദാറ്റ് ലൈഫ് ഈസ് ലൈറ്റ് ടു മീ. എന്നെ അന്ധകാരത്തിൽ നിന്ന് യേശുവിൻ്റെ ജീവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. 1 യോഹന്നാൻ 4:4 ഹീ ദാറ്റ് ഈസ് ഇൻ മീ ഈസ് ഗ്രേറ്റർ ദാൻ ഹീ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. എടുത്ത് പറയണം, ചിന്തിക്കണം, എൻ്റെ ഉള്ളിലുള്ള യേശു ഈ ലോകത്തിലുള്ള സാത്താനേക്കാളും വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പറയണം. യോഹന്നാൻ 14:19 ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുക. യോഹന്നാൻ 14:19, ജോൺ 14:19 എന്താണ്? യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. എന്ത് സംഭവിക്കും? ഞാൻ മനസ്സിൽ രൂപാന്തരപ്പെടുകയാണ്, എൻ്റെ ചിന്തകൾ മാറുകയാണ്. പഴയ തോൽവിയുടെ ചിന്തകളല്ല, പഴയ ഭയത്തിൻ്റെ ചിന്തകളല്ല. ഓരോ ദിവസവും പുതിയ മനുഷ്യനെ ഞാൻ ധരിച്ചു തുടങ്ങുകയാണ്. ഹല്ലേലൂയ. Don't wear that old man anymore. Be made new in the attitude of your mind and put on the new man. പുതിയ മനുഷ്യനെ ധരിക്കുക ഓരോ ദിവസവും. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നാം പങ്കാളികളായി തുടങ്ങും. You begin to partake in the divine nature. ഹല്ലേലൂയ. 2 പത്രോസിൻ്റെ 1:4 പറയുന്നു, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടയാകുന്നു. ദൈവവചനം നമ്മൾ കൂടുതൽ ധ്യാനിക്കും തോറും ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി മാറുകയാണ്. വചനം കൂടുതൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ ജീവിക്കുമ്പോൾ we are beginning to partake in the divine nature. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ജീവൻ. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? Everything that is attached to you will begin to receive life. ഹല്ലേലൂയ. നമ്മളുമായിട്ട് എന്തൊക്കെ തൊട്ട് കിടക്കുന്നോ, ആരൊക്കെ തൊട്ട് കിടക്കുന്നോ, അവർക്കൊക്കെ ജീവൻ ലഭിച്ചു തുടങ്ങും നമ്മളിൽ കൂടി. Because the divine nature is filling you and it is overflowing through you. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. നിങ്ങൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങൾ, who you have in your life, who you keep in your life, choose wisely. ചില ആൾക്കാരെയൊക്കെ മാറ്റേണ്ടത് ആവശ്യമാണ്. ചില ആൾക്കാരിൽ നിന്നൊക്കെ അകന്നു വരേണ്ടത് ആവശ്യമാണ്. ചില ആൾക്കാരോടൊക്കെ പറ്റിച്ചേരേണ്ടത് ആവശ്യമാണ്. ദൈവികമായിട്ടുള്ളവരോട് എപ്പോഴും പറയുക, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വഴി. ഹിസ് വിൽ, ഹിസ് വേ. ഇറ്റ് ഈസ് നോട്ട് ഹിസ് വിൽ, മൈ വേ. Neither is it my will, my way. It is his will, his way. Don't be stubborn. ശാഠ്യം പിടിക്കാതെ എൻ്റെ വഴിക്കനുസരിച്ചേ കാര്യങ്ങൾ നടക്കാവൂ. ഒരിക്കലുമല്ല. What is your will for my life, Lord? What is your way? ചിലപ്പം ദൈവം പറയും, മോളെ, മകനെ, ഒന്ന് പോയി താഴ്മപ്പെട്ടാട്ടെ, ആരുടെയും മുമ്പിൽ പോയി ഒന്ന് താഴ്മപ്പെട്ടാട്ടെ, ഈ ഒരാളുടെ മുമ്പിൽ പോയി ഒന്ന് താഴ്മപ്പെട്ടാട്ടെ. ഇല്ലില്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ പറ്റൂ, ഞാൻ വിചാരിക്കുന്ന പോലെ പറ്റൂ, ഞാൻ താഴ്മപ്പെടുകയില്ല. ഈ അവസ്ഥയിൽ തന്നെ ഇരുന്നു. But where God tells you to do something, be obedient. Humble yourself under the mighty hand of God and he will lift you up, the Bible says. Hallelujah. ദൈവസന്നിധിയിൽ താഴ്മപ്പെടുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിൽ നിന്നൊരു ഉയർച്ച വരും. ദൈവം താഴ്മപ്പെടുവാൻ പറയുമ്പോൾ താഴ്മപ്പെടുന്ന വ്യക്തിയെ ഉയർത്തുന്നത് ദൈവമാണ്. നമ്മൾ ആരും നമ്മളെ തന്നെ ഉയർത്തുവാൻ നോക്കണ്ട. നമ്മൾ ഒന്ന് മാത്രം ചെയ്യുക, ദൈവം മുൻപാകെ താഴ്മപ്പെടുക. നിന്റെ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ. അത് തെക്ക് നിന്നല്ല, വടക്ക് നിന്നല്ല, എങ്ങുന്നുമല്ല, അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ ആ വിശ്വാസം പ്രകടമാകണം. യേശുവിൻ്റെ ജീവൻ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവന്റെ ജീവിച്ചു കാണിക്കുക.
That is what it is, the God kind of life, the resurrection life of God in you. റോമർ 5:17 പറയുന്നു. റോമർ 5:17 നമുക്ക് ഒരുമിച്ച് വായിക്കാം. കൃപയുടെയും, Romans 5:17, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. Hallelujah. How much more will those who receive the abundant provision of God's grace and the gift of righteousness in Christ reign in life through Christ Jesus എന്ന് പറയുന്നത്. എന്താണ്? ആദ്യമേ ഗോഡ്സ് റൈച്ചസ്നെസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും ദൈവം മുൻപാകെ നീതിയോടെ ജീവിക്കുന്നവനായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ക്രിസ്തു യേശുവിൽ കൂടി ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരും. എന്നിട്ട് നമ്മളെ ഉയർത്തും, നമ്മൾ വാഴുവാനും ഇടയാകും. ഹല്ലേലൂയ. ഫസ്റ്റ് ഈസ് ഗോഡ്സ് റൈച്ചസ്നെസ്. സെക്കൻഡ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നിങ്ങൾ പറയുമായിരിക്കാം, മൈ സിറ്റുവേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്, but the Lord says my grace is sufficient for you. Hallelujah. എൻ്റെ കൃപ നിനക്ക് മതി. നീ നീതിയോടെ നടന്നാട്ടെ, എൻ്റെ മുൻപാകെ നേരോടെ ജീവിച്ചാട്ടെ, ഞാൻ പറയുന്നത് അതുപോലെ ചെയ്താട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി. You will reign in life through Christ Jesus, the Bible says. Hallelujah. പത്രോസിനെ അറിയാമോ നിങ്ങൾക്കൊക്കെ? എഴുതിയാട്ടക്കാരനായിരുന്നു, പിന്മാറ്റക്കാരനായിരുന്നു, അല്ലേ? എല്ലാത്തിനും ഇമോഷണൽ. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യും, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ഭരിക്കും, അതിനും തയ്യാറാ. എല്ലാത്തിനും എടുത്തിയാട്ടമായിരുന്നു. പക്ഷെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. യഥാർത്ഥമായിട്ട് യേശുവിന് വേണ്ടി സംസാരിക്കേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്തു? യേശുവിനെ തള്ളിപ്പറഞ്ഞു. If there was one man who needed to see Jesus one more time after his resurrection, it was Peter. Because he wanted to tell him, Lord, I'm sorry. I messed it up. When I had to stand for you, I did not do it. ജീവിതത്തിലെ ഏറ്റവും തോൽവിയായി കരുതിയ പത്രോസ്, യേശു വന്നപ്പോൾ യേശു സംസാരിച്ച സ്ത്രീകളോട് പറഞ്ഞു, എല്ലാവരോടും പോയി പറഞ്ഞാട്ടെ. എന്നിട്ട് ഒരു വാക്കുകൂടെ പറഞ്ഞു, പത്രോസിനോടും പറയുക. Hallelujah. Are you thinking you are a failure today? Jesus is telling, tell him, I have risen from the dead. Hallelujah. ഏറ്റവും തോൽവിയായിട്ട് ചിന്തിച്ചിരിക്കുന്ന ആളോട് കർത്താവ് പറയാണ്, I have risen from the dead. Hallelujah. ഞാൻ നിനക്കായിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്, നിനക്കെൻ്റെ ജീവൻ പ്രാപിക്കുവാനായിട്ട്. നീ ഇന്ന് വരെ ഇരുന്നത് പോലെയല്ല, ഇനിയിപ്പോൾ ഒരു പുതിയ രീതിയിൽ എൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ആ കടൽ തീരത്ത് യേശു അവന് പ്രത്യക്ഷപ്പെട്ടു. പിന്തിരിഞ്ഞു പോയ പത്രോസിനെ യേശു യഥാസ്ഥാനപ്പെടുത്തി. ഗോഡ് റീഇൻസ്റ്റേറ്റഡ് ഹിം. ജീസസ് റീഇൻസ്റ്റേറ്റഡ് ഹിം. പത്രോസ് ആ പഴയ വ്യക്തിയായിരുന്നില്ല. പിന്നെ യേശു ക്രിസ്തുവിൽ നിന്ന് ഒരു ഉറപ്പ് പ്രാപിച്ചു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. പേടിച്ചെപ്പോഴും പുറമോട്ട് പോയിരുന്ന പത്രോസ് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയുള്ള അവന്റെ അറിവ് അവൻ മറ്റുള്ളവർക്ക് പ്രസ്താവിച്ചു. എന്തുപറ്റി? 3000 പേരന്ന് കർത്താവിലേക്ക് വന്നു. ഹല്ലേലൂയ. ദൈവ പൈതലേ, നാം യേശുവിൻ്റെ യഥാർത്ഥമായിട്ട് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ പ്രാപിക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ, ആദ്യമേ നിന്റെ ജീവൻ മാറും. രണ്ടാമതായിട്ട് നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ജീവൻ നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അന്ന് 3000 പേർ ദൈവത്തിലേക്ക് വന്നു. അനേകർ എന്ത് ചെയ്തു? മറ്റു മനുഷ്യർ എന്ത് ചെയ്തു തുടങ്ങി? ആൾക്കാരെ കൊണ്ട് റോഡിന്റെ വക്കത്ത് വെച്ചു തുടങ്ങി. പത്രോസിന്റെ നിഴലെങ്കിലും അവരുടെ മേൽ വന്നാൽ മതി, അവർക്ക് സൗഖ്യം ലഭിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? The resurrection life of Christ was filling Peter and it was overflowing through him. അവന്റെ നിഴൽ മാത്രം വന്നതേ ഉള്ള അവരുടെ മേല് എന്ത് സംഭവിച്ചു? അവർക്ക് സൗഖ്യം പ്രാപിച്ചു. Something was happening inside Peter. The resurrection life of Christ was flowing through him. It was giving life to everything around him. ഒരു ദിവസം ദേവാലയത്തിലേക്ക് പോയി പത്രോസും യോഹന്നാനും. മുടന്തരായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. അവന് നടക്കുവാൻ സാധിക്കുന്നില്ല. അവൻ ഇവരെ കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തരുമോ? പൈസ തന്നാട്ടെ, എനിക്ക് പണം തന്നാട്ടെ. അവൻ നോക്കിയത് പണത്തിനാണ്, വെള്ളിക്കാശിനാണ്. പത്രോസ് അവനെ നോക്കി എന്താണ് പറയുന്നത്? അപ്പോൾ പത്രോസ്
അപ്പോസ്തല പ്രവൃത്തികൾ 3:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത്, പറഞ്ഞാട്ടെ, എനിക്കുള്ളത് നിനക്ക് തരുന്നു. വാട്ട് ഡിഡ് ഹി ഹാവ്? ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവൻ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു പത്രോസിനുണ്ടായിരുന്നത്? Did he have silver? Did he have gold? What did he have? He had the resurrection life of Christ in him. Hallelujah. പത്രോസ് എന്താണ് പറഞ്ഞത്? എനിക്ക് വെള്ളിയും പൊന്നും ഒന്നുമില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. മുടന്തനായിരിക്കുന്ന, നടക്കാൻ വയ്യാതെ അവസ്ഥയിലിരിക്കുന്നവൻ പറയുകയാണ്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താണ് എനിക്കുള്ളത്? I have the resurrection life of Christ in me. അവൻ എന്താണ് കൊടുത്തത്? അവനെ പിടിച്ചു. അവൻ്റെ കരം പിടിച്ച നിമിഷം യേശുവിൻ്റെ ജീവൻ പത്രോസിൽ നിന്ന് അവനിലേക്കും വന്നു. നടക്കാൻ വയ്യാത്തവൻ്റെ കാലിന് ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമ്മളോട് പറയുന്നു 2 കൊരിന്ത്യർ 2:14 വാക്യം. 2 കൊരിന്ത്യർ 2:14 വാക്യം. 2 Corinthians 2:14. 2 Corinthians 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. താങ്ക്സ് ബി ടു ഗോഡ് ഹു ഓൾവേസ് ലീഡ്സ് us in triumphant procession in Christ and through us spreads everywhere the fragrance of the knowledge of him. യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ പ്രാപിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തു പറ്റും? അവൻ എപ്പോഴും ജയാളിയായിട്ട് ജീവിക്കും. എന്നിട്ട് അവനിൽ കൂടി ഒരു വാസന പകരും. മറ്റുള്ളവർക്കെല്ലാം ജീവൻ പകരുന്ന ഒരു വാസന പകർന്നുകൊണ്ടേയും ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ട ഓരോ ദൈവമക്കളും, every one of you, this word has come from the Lord to you. It is directly touching certain people's lives today. I do not know about the future. പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ്. ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവൻ ഞാൻ എന്നിലേക്ക് പ്രാപിക്കും. ഇനി മുതൽ ഞാൻ പഴയ വ്യക്തിയായിരിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും I will truly live the resurrected life of Christ in me. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാവട്ടെ. കർത്താവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് യേശുവിനെ യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ ഉയർത്തി ഓരോ നിമിഷവും ജീവിക്കുവാൻ നമ്മൾക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും. തിരുനാമം പാടിപ്പുകഴ്ത്തും. ആരാധനയ്ക്കു യോഗ്യൻ നീ. സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും. തിരുനാമം പാടിപ്പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ എന്തു തന്നെയാകട്ടെ, ഈ നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെ അല്ല. ഇന്ന് you have to take a step further. ഇന്ന് വരെ നിങ്ങൾ പരിശ്രമിച്ചതുപോലെ അല്ല. ഇന്ന് ദൈവം നിങ്ങളോട് പറയുകയാണ്, ദൈവ പൈതലേ, നീ പല കാര്യങ്ങൾ ഇന്നാൾ വരെ ചെയ്തു. ഇന്ന് അതല്ല ഞാൻ പറയുന്നത്. ഇന്ന് വരെ നീ ചെയ്യാത്ത രീതിയിൽ മുൻപോട്ട് വന്നാട്ടെ. ഇന്ന് വരെ നീ കിടന്നിരുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റാട്ടെ.
ഇന്ന് വരെ നീ ചിന്തിച്ച ഞാൻ ഇനിയും ചെയ്യത്തില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ലത് വരത്തില്ല എന്ന് ചിന്തിച്ച സ്ഥലത്ത് ഒരിക്കൽ കൂടി ദൈവത്തോടു കൂടി ഒന്ന് എഴുന്നേറ്റാട്ടെ. Today Jesus is saying, I will do it in your life. ഇന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് നിന്റെ ദിവസമാണ്. ഇനിയും this is not a time for excuses. Many of you, if not all of us, we have made excuses in our life. എല്ലാത്തിനും നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ട്, എല്ലാത്തിനും നമുക്കൊരു പറച്ചിലുണ്ട്. എന്തെങ്കിലും അതുകൊണ്ടാ അല്ലെങ്കിൽ ഇതുകൊണ്ടാ. ടുഡേ എവറിത്തിങ് എൻഡ്സ് ഹിയർ. ഇത് തീരുമാനത്തിന്റെ ദിവസമാണ്, ഇത് സമർപ്പണത്തിന്റെ ദിവസമാണ്, ഇത് കർത്താവിന് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ കൊടുക്കുന്ന ദിവസമാണ്. യേശു ചോദിക്കുന്നു സ്നേഹത്തോടെ, നീ യഥാർത്ഥമായിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു? യേശു പറഞ്ഞു, നിങ്ങൾ ചെന്ന് പറഞ്ഞാട്ടെ, എല്ലാവരോടും പറഞ്ഞാട്ടെ, പത്രോസിനോടും പറഞ്ഞാട്ടെ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. You might be like Peter, saying, Lord, more than anyone, I am that person who needs you today, Lord. Jesus says, tell Peter, I have risen from the dead. Hallelujah. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം നമ്മളെ തന്നെ കർത്താവിനായിട്ട്. ആരാധനയ്ക്ക് യോഗ്യൻ നീ. ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും. ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും. ദൈവ പൈതലേ, നിന്റെ ഓരോ കണ്ണുനീരും ദൈവം അറിയുന്നു, നിന്റെ ഓരോ പ്രയാസവും കർത്താവ് അറിയുന്നു. കർത്താവ് നിന്നെ തള്ളിക്കളയുന്നില്ല. He never pushes you away. He holds you close to him today. കർത്താവ് നിന്നെ തന്നോട് ഏറ്റവും ചേർത്ത് പിടിക്കുന്നു. കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നോട് പറയുന്നു, get up today, take up your mat and walk. നീ എഴുന്നേറ്റാട്ടെ, നിന്റെ കിടക്ക് എഴുന്നേറ്റ് നീ നടന്നാട്ടെ. കർത്താവ് പറയുകയാണ്, ഇനി പഴയതുപോലെ നീ ഇരിക്കരുത്. ഞാൻ അറിയുന്നു നീ അനേക നാളുകൾ ഇങ്ങനെയായിരുന്നു എന്ന്. ഇനി പഴയതുപോലെ നീ ചിന്തിക്കരുത്, ഞാൻ അതും അറിയുന്നു. ഇനി പഴയതുപോലെ നീ എക്സ്ക്യൂസസ് പറയരുത്, ഞാൻ അതും അറിയുന്നു. ഇന്ന് എനിക്ക് നിന്നോട് പറയാൻ ഒന്നേ ഉള്ളൂ, എഴുന്നേറ്റാട്ടെ, എഴുന്നേറ്റാട്ടെ. ഒരു പുതിയ രീതിയിൽ, എൻ്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ പറയുന്ന രീതിയിൽ നീ പ്രവർത്തിച്ചാട്ടെ. ഞാൻ എന്ത് നിന്നോട് പറയുന്നു അത് നീ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ചെയ്താട്ടെ. ഞാൻ നിനക്കായിട്ടൊരു പുതിയ ഭാവി ഒരുക്കും. നീ വിചാരിച്ചതിനേക്കാളും അനുഗ്രഹപ്രദമായ രീതിയിൽ, നീ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ പുതുവഴികൾ തുറന്ന്, പുതുവാതിലുകൾ തുറന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് എഴുന്നേറ്റാട്ടെ, ഇന്ന് എഴുന്നേറ്റാട്ടെ. ഞാൻ നിനക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ നിന്നിലേക്ക് പ്രാപിച്ചാട്ടെ. എന്നിട്ടൊരു പുതിയ വ്യക്തിയായിട്ട്, പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ വന്നാട്ടെ. ഹല്ലേലൂയ. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിനായിട്ട് നന്ദി കരയേറ്റുന്നു. ഞങ്ങൾ എങ്ങനെയെന്ന്, എവിടെയെന്ന് അങ്ങ് അറിയുന്നുവല്ലോ കർത്താവേ. You know where we are, you know how we are today, Lord. Nothing is hidden from your sight. ഞങ്ങളെ തന്നെ അങ്ങയുടെ മുൻപാകെ താഴ്മപ്പെടുത്തുന്നു ദൈവമേ. അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ വഴിയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ ഹിതത്തിനും അങ്ങയുടെ വഴിക്കും അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപയെ ഞങ്ങൾക്ക് തരണമേ ദൈവമേ. No more my way, but your way. No more my thoughts, but your thoughts. No more my will, but your will, Lord. ഇനി മുതൽ എൻ്റെ വഴിയല്ല കർത്താവേ, അങ്ങയുടെ വഴി. എൻ്റെ ചിന്തകളല്ല ദൈവമേ, അങ്ങയുടെ ചിന്ത. എൻ്റെ ഹിതമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം നടക്കുവാനിടയാകട്ടെ. എന്നിൽ പകർന്നു തന്നിരിക്കുന്ന യേശുവിൻ്റെ ജീവനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു.
ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവനായിട്ട് നന്ദി കരേറ്റുന്നു. യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും ദൈവമേ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടി എന്നെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങൾ, കുടുംബ ജീവിതങ്ങൾ, ബിസിനസ്സുകൾ, ജോലികൾ, പഠിത്തങ്ങൾ, കർത്താവേ, കുഞ്ഞുങ്ങൾ എല്ലാം ദൈവമേ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ എല്ലാ തലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ജീവൻ, യേശു ക്രിസ്തുവിലൂടെയുള്ള ജീവൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Let everyone, Lord, receive the resurrection life of Jesus today. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് തന്നെ പകർന്നു നൽകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവേ, ഈ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഒരു പുതിയ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ വരും നാളുകൾ കർത്താവേ, അനേക സാക്ഷ്യങ്ങൾ ഇതിൽ നിന്ന് ഉയരുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയ്ക്ക് മഹത്വം ലഭിക്കുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, അങ്ങ് തന്നെ അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.